നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊടുപുഴ മുനിസിപ്പൽ പ്ലാസ്റ്റിക് സംസ്കരണ പ്ലാന്റ് ആശങ്കയകറ്റാൻ 28-ന് പരിസരവാസികളുടെ യോഗം വിളിക്കും. കുന്നം തെന്നത്തൂർ റോഡിന്റെ നിർമ്മാണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ തൊടുപുഴ PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുനിസിപ്പൽ പൊതുശ്മശാനത്തിന് LPG ക്ലിയറൻസ്. വാർത്തകൾ വിശദമായി. ബംഗളൂരു സ്ഥാപിക്കുന്ന പ്ലാസ്റ്റിക് സംസ്കരണ പ്ലാന്റ് സംബന്ധിച്ച ആശങ്ക പരിഹരിക്കുന്നതിന് ഈ മാസം 28-ന് തദ്ദേശവാസികളുടെ യോഗം വിളിച്ചു ചേർക്കും. മുനിസിപ്പൽ ഓഫീസിൽ ചേർന്ന വിവിധ സംഘടനകളുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിച്ച് പൊതുജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന കാര്യവും പരിഗണിക്കും. ബംഗളൂർ വ്യവസായ എസ്റ്റേറ്റിലാണ് നഗരസഭ പ്ലാസ്റ്റിക് സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് ഉരുക്കി തരികളാക്കി പുനരുപയോഗത്തിന് അയക്കുന്ന പദ്ധതിയാണ് നഗരസഭ നടപ്പാക്കുന്നത്. പരിസര മലിനീകരണം ലവലേശമില്ലാതെ വിജയകരമായി പല സ്ഥലങ്ങളിലും നടത്തിവരുന്ന പദ്ധതികളുടെ മാതൃക അതേപടി പിന്തുടർന്നാണ് ഇവിടെ പ്ലാസ്റ്റിക് സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. നഗരസഭാ മേഖലയിലെ മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും സംസ്കരിക്കുന്നതിനുള്ള ശേഷി നിർദ്ദിഷ്ട പ്ലാന്റിനുണ്ട്. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫിന്റെ അധ്യക്ഷതയിൽ PT തോമസ് MPയുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത്. മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, കക്ഷി നേതാക്കൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ബംഗളൂർ മേഖലയിൽ നിന്നുള്ള പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നേരത്തെ ഇസ്മയിൽ പറഞ്ഞു അവിടെ ഒരു കമ്മിറ്റി എടുത്തിരുന്നു 5 പേര്. അതല്ല, ഇനി ബംഗളൂരുകാരുടെ ഒരു മീറ്റിംഗ് കൂടെ കൂടണമെങ്കിൽ അങ്ങനെ ഒരു മീറ്റിംഗ് കൂടുന്ന ആ മീറ്റിംഗ് നമുക്ക് ഇവിടെ കൂടാം. എല്ലാവരെയും അറിയിച്ച് ഇവിടെ ഒരു മീറ്റിംഗ് കൂടുന്ന ഡേറ്റ് കൂടി ഇപ്പോൾ തീരുമാനിക്കുക. 2 പേര് വേണം എന്ന് തീരുമാനിക്കുക. ഒന്നുകിൽ നിങ്ങൾ തെരഞ്ഞെടുത്തു എന്ന് പറയുന്ന 5 പേരോ അപ്പോൾ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് വല്ലതും കൊണ്ടുപോകണമെങ്കിൽ 5 പേര് പോകുന്നിടത്ത് 10 പേരെ കൊണ്ടുപോകണം. വലിയ ചിലവ് വ്യത്യാസമൊന്നുമില്ല. ഇവിടെ കൂടിയാൽ പോലെ ടൗൺഹാൾ വേണം. അല്ല, ഇപ്പൊ അറിഞ്ഞു ഇനി വേണമെങ്കിൽ അല്ല അതുകൂടെ പറഞ്ഞിട്ട് വലിയ നാളെ ഇറങ്ങുന്ന തിരക്കുണ്ടാകണ്ട. അവിടെ നിന്നുള്ള കൗൺസിലർമാര് കഴിയുന്നിടത്തെ ആളെ അറിയിക്കുക, അവിടെ വന്നിട്ടുള്ളവർ അറിയിക്കുക. വേണമെങ്കിൽ മുനിസിപ്പാലിറ്റി പത്രത്തിൽ കൂടെ വേണമെന്ന് കൊടുക്കും. അതുപോലെ അറിയിപ്പ് കൊടുക്കുക. നല്ല കാര്യങ്ങളല്ലേ. കുന്നം തെന്നത്തൂർ റോഡിന്റെ നിർമ്മാണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ തൊടുപുഴ PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. 15 കോടി രൂപ മുടക്കിൽ 15 കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെ നിർമ്മാണം കരാറുകാരൻ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഇതുമൂലം ഇതുവഴിയുള്ള വാഹന ഗതാഗതവും നിലച്ചിരിക്കുകയാണ്. 1 വർഷത്തോളമായി നിലച്ചിരിക്കുന്ന റോഡ് പണികൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ തൊടുപുഴ PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് ആക്ഷൻ കൗൺസിൽ അംഗം മാത്യു തലയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ബൈജു, CV ജോൺ, സിബിച്ചൻ തലയ്ക്കൽ, ജോൺ പെരുമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഈ കരാറെടുത്ത കരാറുകാരൻ 6 മാസക്കാലത്തോളം വളരെ ഊർജിതമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുകയും മുന്നോട്ട് നീങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം ഏതാണ്ട് 10 മാസമാകാൻ പോകുന്നു യാതൊരു പണികളും റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്താതെ അദ്ദേഹം മറ്റ് സ്ഥലങ്ങളിൽ ഏറ്റിട്ടുള്ള പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന വിവരം. ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെ സമീപിക്കുകയും നമ്മുടെ ബഹുമാന്യനായ തൊടുപുഴയുടെ വികസന നായകനായ ശ്രീമാൻ TJ ജോസഫ് സാറിനെ പല പ്രാവശ്യം അറിയിക്കുകയും ചെയ്തു. അവരൊക്കെ
ആത്മാർത്ഥമായിട്ട് അദ്ദേഹമായിട്ട് കൊണ്ടുവന്ന ഈ പദ്ധതി എത്രയും വേഗം പൂർത്തിയായി കാണാൻ അതിയായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മാന്യദേഹമാണ്. എന്നാൽ എന്തോ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും കരാറുകാരനും തമ്മിലുള്ള സൗന്ദര്യപ്പണത്തിന്റെ പേരിൽ 7-8 മാസമായിട്ട് നമ്മുടെ റോഡിന്റെ യാതൊരു പ്രവർത്തനങ്ങളും മുന്നോട്ട് നീങ്ങുന്നില്ല. കേരള NGO അസോസിയേഷന്റെ 39ാമത് ബ്രാഞ്ച് സമ്മേളനം ഒക്ടോബർ 17-ന് തൊടുപുഴയിൽ നടക്കും. തൊടുപുഴ അർബൻ ബാങ്കിൽ നടക്കുന്ന സമ്മേളനം PT തോമസ് MP ഉദ്ഘാടനം ചെയ്യും. DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തും. 21-ന് മൂന്നാറിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ തൊടുപുഴയിൽ നിന്ന് 100 പ്രതിനിധികളെ പങ്കെടുപ്പിക്കുമെന്ന് NGO അസോസിയേഷൻ നേതാക്കളായ VE അബ്ബാസ്, രാജേഷ് ബേബി, CS ഷമീർ, KV ഫ്രാൻസിസ്, UM ഷാജി, PS സതീശൻ എന്നിവർ അറിയിച്ചു. 39ാമത്തെ വാർഷിക സമ്മേളനം ഈ വരുന്ന 17-ാം തീയതി, അതായത് ഈ വ്യാഴാഴ്ച 10:30-ന് ഇടുക്കിയുടെ ആദരണീയനായ MP അഡ്വക്കേറ്റ് PT തോമസ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരാധ്യനായ അധ്യക്ഷൻ ശ്രീ റോയ് കെ പൗലോസ് അവറുകളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും കേരള NGO അസോസിയേഷൻ്റെയും പ്രഗത്ഭന്മാരായ നേതാക്കൾ, നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ KV മുരളി സാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ MD അർജുനൻ അടക്കമുള്ള സംഘടനയുടെയും മാതൃസംഘടനയുടെയും നേതാക്കന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. രാവിലെ 10 മണിക്ക് ബ്രാഞ്ച് പ്രസിഡന്റ് പതാക ഉയർത്തുന്നതോടുകൂടി തൊടുപുഴ അർബൻ ബാങ്ക് ഹാളിൽ ഈ യോഗം ആരംഭിക്കുകയും 10 മണിക്ക് ഉദ്ഘാടന സമ്മേളനവും 12 മണിക്ക് പ്രതിനിധി സമ്മേളനവും ഉച്ചയ്ക്ക് 2 മണിക്ക് സർവീസിൽ നിന്നും സുദീർഘമായ സേവനത്തിൽ നിന്നും വിരമിക്കുന്ന കേരള NGO അസോസിയേഷൻ്റെയും ജനാധിപത്യ വിശ്വാസികളുമായ ജീവനക്കാർക്ക് നൽകുന്ന യാത്രയപ്പ് സമ്മേളനവും ആയിട്ടാണ് ഈ സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സമ്മേളനം നടക്കുന്ന കാലഘട്ടം കേരള NGO അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 39 വർഷത്തെ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ 2.5 വർഷക്കാലമായി കേരള സംസ്ഥാനം ഭരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി നിരവധിയായ ആനുകൂല്യങ്ങൾ ഈ 2.5 വർഷക്കാലം ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ 2.5 വർഷത്തെ ഭരണകാലത്തിനിടയ്ക്ക് 28,785 പുതിയ തസ്തികകൾ അനുവദിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് വരുന്നത്. കഴിഞ്ഞ 2.5 വർഷക്കാലമായി ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളുടെ പെരുമഴക്കാലമായിരുന്നു. ഈ അവസരത്തിലാണ് കേരള NGO അസോസിയേഷന്റെ സമ്മേളനം ഇവിടെ തൊടുപുഴയിൽ നടക്കുന്നത്. തൊടുപുഴ മുനിസിപ്പൽ പൊതുശ്മശാനത്തിന് LPG ക്ലിയറൻസ് ലഭിച്ചു. LPG ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ശ്മശാനം IOC ഏരിയ മാനേജർ T രാമചന്ദ്രൻ സന്ദർശിച്ചു. ഫർണസുമായി ബന്ധിപ്പിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ള ഇന്ധന ക്രമീകരണം ഏരിയ മാനേജർ പരിശോധിച്ചു. ഇന്ധനം കടത്തിവിടുന്ന സെക്യൂരിറ്റി ട്യൂബ് ഉപരിതലത്തിലൂടെ ആക്കണം എന്ന നിർദ്ദേശം മാത്രമാണ് ഏരിയ മാനേജർ നൽകിയിട്ടുള്ളത്. മറ്റു കാര്യങ്ങളിൽ അദ്ദേഹം സംതൃപ്തി രേഖപ്പെടുത്തി. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, വൈസ് ചെയർമാൻ സാബിറ ഷെരീഫ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് ഇത് സംബന്ധിച്ച പരിശോധന നടന്നത്. ഇന്ധന കണക്ഷൻ കൂടി ലഭിക്കുന്നതോടെ ശ്മശാനം പ്രവർത്തന സജ്ജമാകും. തൊടുപുഴ ഫൊറോന ഫാമിലി അപ്പോസ്തലേറ്റ് ആഭിമുഖ്യത്തിൽ വിശ്വാസ സംഗമം നടന്നു. ന്യൂമാൻ കോളേജ് ഓഡിറ്റോറിയത്തിലാണ് വിശ്വാസ സംഗമം നടന്നത്. ഇതോടനുബന്ധിച്ചുള്ള അനുഗ്രഹ പ്രഭാഷണവും ഫൊറോന ഡയറക്ടറി പ്രകാശനവും കോതമംഗലം രൂപതാ മെത്രാൻമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു. ഇതുപോലെ കുടുംബങ്ങളില് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും മാതാപിതാക്കന്മാരും മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തില് ദൈവത്തിന്റെ സാന്നിധ്യം കുടുംബത്തിലുണ്ടാവും. 5-6 കുടുംബങ്ങൾ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന് നാം ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും. തിന്മയുടെ ശക്തികൾ അകന്നു പോകും. ആ പ്രദേശത്തിന് അനുഗ്രഹം ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് അനുഭവമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളോട് വന്നിരിക്കുന്നത് എനിക്കറിയാം. നമുക്ക് അനുഭവമില്ലെങ്കിൽ ആരും വരലുണ്ട്. ഒരു ദിവസം വെറുതെ ചെലവഴിക്കാൻ വേണ്ടി വന്നതല്ല. നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവാനുഭവവും ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഈ അച്ഛന്മാരും വെറുതെ വന്നിരിക്കുന്നതല്ല. ഈ സമയത്ത് ഇവിടെ ഉച്ചയ്ക്ക് ഈ വെയിലും കൊണ്ട് വന്നിരിക്കുന്നത്
പ്രതികരിക്കുന്നതല്ല. അച്ഛന്മാർക്കറിയാം, ഈ ദൈവജനങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഈ നാട്ടിലെല്ലാം ഉണ്ടാകും. ഈ നാട് അനുഗ്രഹമായി തീരും. അബ്രാഹത്തോട് ദൈവം പറഞ്ഞതാണ്, നീ പോകുന്ന സ്ഥലങ്ങളിൽ ആ പ്രദേശമെല്ലാം അനുഗ്രഹീതമായി തീരും. നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങൾ അനുഗ്രഹീതമാകുന്നത് നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ്. ഇത്രയും പേര് നമ്മുടെ ആ കുടുംബ കൂട്ടായ്മകളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വരും തലമുറയ്ക്കും കുഞ്ഞുങ്ങൾക്കും ലഭിക്കുമെന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ലഭിച്ച ഈ വിശ്വാസ പൈതൃകം നമ്മുടെ മാതാപിതാക്കന്മാരുടെയും നമ്മുടെ പൂർവികരുടെയും പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും ഫലമാണ്. അത് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NV വർക്കി നിരപ്പേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് തങ്കമ്മ രാമൻ കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. കേരളോത്സവം വൻ വിജയപ്രദമാക്കി തീർക്കാൻ നമ്മൾ ഓരോരുത്തരുടെയും കടമയും ബാധ്യതയുമാണ്. നമ്മുടെ ബഹുമാന്യ അധ്യക്ഷൻ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ സമാധാനവും ഐശ്വര്യവും നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ ജീവിത വിജയത്തിന്റെ ഒരു കടമയാണ്. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ മേഖലയിലുള്ള ചെറുപ്പക്കാരുടെ ഈ കലാകായികമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും പ്രദർശിപ്പിക്കാനുള്ള വേദികളാണ് ഇതുപോലുള്ള കേരളോത്സവ വേദികൾ. നമ്മുടെ വെള്ളിയാമറ്റം പഞ്ചായത്തിലെ ഇതിനു മുമ്പ് നടന്ന വളരെ പ്രഗത്ഭരായ താരങ്ങൾ നല്ല കലാപ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ വർഷവും വളരെ വിപുലമായ രീതിയിൽ ഒരു വൻ വിജയം കൊയ്യുവാൻ നിങ്ങൾക്ക് ഏവർക്കും ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധമായ വിജയാശംസകളും നേർന്നുകൊണ്ട്. ഉദ്ഘാടനത്തെ തുടർന്ന് വോളിബോൾ മത്സരം നടന്നു. കേരള മോട്ടോർ ഓട്ടോമൊബൈൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആധാർ രജിസ്ട്രേഷൻ കാലാവധി നവംബർ 30 വരെ നീട്ടി. ആധാർ രജിസ്ട്രേഷൻ നടത്തിയവർക്ക് മാത്രമേ ഡിസംബർ 1 മുതൽ ആനുകൂല്യങ്ങൾ നൽകൂ. പഞ്ചേന്ദ്രിയങ്ങളുടെ ശരിയായ ഉപയോഗം ജീവിത വിജയത്തിന് എന്ന വിഷയത്തിൽ ഒക്ടോബർ 20 വൈകിട്ട് 5 തൊടുപുഴ ഉപാസനയിൽ മനഃശാസ്ത്ര സെമിനാർ നടക്കും. ജോൺ മുഴുത്തേറ്റ് നേതൃത്വം നൽകും. മണക്കാട് ആശ്രയ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പുതിയ ഓഫീസ് കെട്ടിടം ഒക്ടോബർ 16 രാവിലെ 10 ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പാലിയേറ്റീവ് കെയർ യൂണിറ്റിനുള്ള ഉപകരണങ്ങളുടെ വിതരണവും ഇതോടനുബന്ധിച്ചുണ്ടായിരിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ മുനിസിപ്പൽ പ്ലാസ്റ്റിക് സംസ്കരണ പ്ലാന്റ് ആശങ്കയകറ്റാൻ 28-ന് പരിസരവാസികളുടെ യോഗം വിളിക്കും. കുന്നം തെന്നത്തൂർ റോഡിന്റെ നിർമ്മാണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ തൊടുപുഴ PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മുനിസിപ്പൽ പൊതുശ്മശാനത്തിന് LPG ക്ലിയറൻസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.